ജയസൂര്യ നായകനാവുന്ന പുതിയ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് പുറത്തിറങ്ങുകയുണ്ടായി. അതുപോലെ തുടരും ചിത്രത്തിൻ്റെ 1 ഇയർ ആനിവേഴ്സറി തന്നെ ചിത്രത്തിൻ്റെ കേരള കളക്ഷൻ മറികടന്നിരിക്കുകയാണ് വാഴ 2. അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. അപ്പോൾ സമയം കളയുന്നില്ല, ആദ്യത്തെ ഒരു അപ്ഡേറ്റിലേക്ക് വരാം. കുഞ്ചാക്കോ ബോബൻ നായകനായി ഏപ്രിൽ 15-ന് റിലീസായ ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രം 2,25,00,000 രൂപയാണ് 10 ദിവസം കൊണ്ട് കളക്ട് ചെയ്തത്. ചിത്രം ഇപ്പോൾ തിയേറ്ററിൽ ഒരു പരാജയമായി മാറിയിരിക്കുകയാണ്. ഷറഫുദ്ദീൻ നായകനായി വ്യാഴാഴ്ച റിലീസായ മധുവിധു എന്ന ചിത്രം കേരളത്തിൽ നിന്നും 70 ലക്ഷം രൂപ കളക്ട് ചെയ്തിരിക്കുകയാണ്. ചിത്രം വേൾഡ് വൈഡ് 1 കോടിക്ക് അടുത്ത് വരെ കളക്ട് ചെയ്തിരിക്കുകയാണ്. ചിത്രത്തിന് ഒരു മിക്സഡ് റെസ്പോൺസാണ് തിയേറ്ററിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കരുക്കട്ടയും ഒന്നിക്കുന്ന ചിത്രത്തിൻ്റെ 3-ാം ഷെഡ്യൂൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ അടുത്ത ഷെഡ്യൂൾ ഉടനെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ എന്നിവർ ഒന്നിക്കുന്ന അതിരടി എന്ന ചിത്രത്തിൻ്റെ പുതിയൊരു പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. മെയ് 14-നാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. ആക്ഷൻ കോമഡി ജോണറിൽ ഒരുങ്ങുന്ന ചിത്രം പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ അടുത്ത ഒരു ഇൻഡസ്ട്രി ഹിറ്റിനുള്ള പൊട്ടൻഷ്യലുള്ള പ്രോജക്റ്റ് ആയിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. ഡോക്ടർ അനന്തവും ബേസിൽ ജോസഫും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ലാലേട്ടൻ തരുൺമൂർത്തി കോംബോയിൽ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസിനെ പിടിച്ചു കുലുക്കിയ തുടരും സിനിമ റിലീസായിട്ട് ഇന്ന് 1 വർഷം പിന്നിട്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്നും മാത്രം 100 കോടി ആദ്യമായി കളക്ട് ചെയ്ത ചിത്രമായിരുന്നു തുടരും. വേൾഡ് വൈഡ് ചിത്രം 235 കോടി വരെ നേടി ഇൻഡസ്ട്രി ഹിറ്റ് ആവുകയും ചെയ്തിരുന്നു. വാഴ 2 ചിത്രം കേരളത്തിൽ നിന്നും 120 കോടി കളക്ട് ചെയ്തിരിക്കുകയാണ്. തുടരും ചിത്രത്തിൻ്റെ 118 കോടി എന്ന റെക്കോർഡാണ് വാഴ 2 എന്ന ചിത്രം മറികടന്നിരിക്കുന്നത്. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ രണ്ടാമത്തെ ചിത്രമായി മാറിയിരിക്കുകയാണ് വാഴ 2. നാളത്തോടുകൂടി ചിത്രം കേരളത്തിൽ നിന്നും 121 കോടി കടക്കുകയും കേരളത്തിൽ ഇൻഡസ്ട്രി ഹിറ്റ് ആവുകയും ചെയ്യും. ജയസൂര്യ നായകനാക്കി രതീഷ് വേഗ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം ഓപ്പറേഷൻ ട്രയൽ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് പുറത്തിറങ്ങുകയുണ്ടായി. ആട് 3 എന്ന ചിത്രത്തിൻ്റെ വൻ വിജയത്തിനു ശേഷം ബോക്സ് ഓഫീസിൽ വൻ കംബാക്ക് തന്നെയാണ് ജയസൂര്യ നടത്തിയിട്ടുള്ളത്. ഇനി ജയസൂര്യരായി വരാനിരിക്കുന്ന എല്ലാ പ്രോജക്റ്റുകളും വലിയ പ്രതീക്ഷയോടെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിൻ്റെ കൂടെയാണ് ഓപ്പറേഷൻ ട്രയൽ എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങുന്നത്. ആർമി ബേസ് ആയിട്ടുള്ള ചിത്രത്തിൽ വലിയ പ്രതീക്ഷയോടെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്.